വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിജിറ്റൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള എങ്ങനെയാണ് ഡിജിറ്റൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ടാലി എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ടാലി പ്രൈം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മളെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും ആ ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മളെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അതിന് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഉള്ള ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റത്തിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം സെർച്ച് എഞ്ചിനായിട്ടുള്ള ഗൂഗിൾ നമ്മളിവിടെ സെർച്ച് ചെയ്യുക. google.com എന്ന് സെർച്ച് ചെയ്യുക. മുകളിൽ google.com എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ ദെൻ എൻ്റർ ചെയ്യുക. എൻ്റർ. അതിനുശേഷം നമുക്ക് ഗൂഗിളിൻ്റെ ഈ ഒരു ഭാഗം നമുക്കിവിടെ സെർച്ച് ചെയ്യുന്ന ഒരു ഏരിയ കിട്ടും. അതിനുശേഷം ഇവിടെ ടാലി പ്രൈം എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ടാലി പ്രൈം എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ ടാലി പ്രൈമിൻ്റെ നമുക്ക് വെബ്സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. ആ ടാലി പ്രൈമിൻ്റെ വെബ്സൈറ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഭാഗമാണ് നമ്മളെ ടാലി പ്രൈമിൻ്റെ സോഫ്റ്റ്വെയർ. ഇത് ശരിക്കും ടാലിയുടെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ടാലിയുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ഒരു കാണുന്ന ടാലി പ്രൈമിൽ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ സിസ്റ്റത്തിലേക്ക് ഈ ഇതിൻ്റെ സെറ്റപ്പ് ഫയലായിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന കാണാം. അതിൻ്റെ എക്സ്റ്റൻഷൻ .exe എന്നാണ്, അതായത് ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്നാണ് പറയുക. ദെൻ സെറ്റപ്പ് ഫയൽ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിവിടെ കാണാം ഡൗൺലോഡിങ്ങിൻ്റെ സ്പീഡ് അനുസരിച്ച് കംപ്ലീറ്റ് ആവും. അതിന് ശേഷം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, ആ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയാണ് ടാലി പ്രൈം സെറ്റപ്പ് മാനേജർ എന്നാണ് ഇതിന് പറയുക. അതായത് ടാലി ഇൻസ്റ്റാൾ സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ആ ഒരു കോൺഫിഗ് ചെയ്യുന്ന സിസ്റ്റം. ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണാം ടാലി ഇൻസ്റ്റാളേഷൻ ആപ്ലിക്കേഷൻസ് കൊടുക്കും. ആപ്ലിക്കേഷൻസിൻ്റെ പേര് നെയിം ഇവിടെ കാണും, ടാലി പ്രൈം. റിലീസിങ് ഏത് വേർഷനാണ് 2.1 ആണ് റിലീസിങ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പാത്ത് നമ്മളെ സിസ്റ്റത്തിൽ എവിടേക്കാണ് നമ്മൾ ടാലി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ലൊക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ ഡ്രൈവാണ്. സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ദ ഫോൾഡറാണ് ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്കത് മാറ്റണം. ഈ ഒരു പാത്തല്ല, നമുക്ക് ഡിയോ അല്ലെങ്കിൽ മറ്റ് ഡ്രൈവിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫിഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം നമ്മൾ ജസ്റ്റ് ഇതിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടാലി പ്രൈം സെറ്റപ്പ് എന്നുള്ളത് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ദെൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വരും, ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് വരിക. നമുക്കിവിടെ വന്നു കഴിഞ്ഞു. ദെൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടാലി പ്രൈം എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തോളൂ. ഇപ്പോൾ ടാലി പ്രൈം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോഗോ ഓട്ടോമാറ്റിക്കലി ഓണായി വരും. ഇതാണ് ഇതിൻ്റെ ലോഗോ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ടാലി പ്രൈം എന്ന് പറയുന്ന ലോഗോ. ഓണായതിന് ശേഷം ആ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഓണായി വരും. എലോ, ഇത് പെർമിഷനാണ്. പെർമിഷൻ നമ്മൾ എലോ കൊടുക്കുന്നു. ദെൻ ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടപ്പാണ്, ഫസ്റ്റ് സ്റ്റേജാണ്. ഓട്ടോമാറ്റിക്കലി കൺട്രി അതുപോലെ തന്നെ നമ്മളെ പാത്തൊക്കെ കൊടുത്തു. ദെൻ ആക്സെപ്റ്റ് ചെയ്യുക, ആക്സെപ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിന് ശേഷം വെൽക്കം ടു ദ ടാലി പ്രൈം എന്ന് പറഞ്ഞ് നമുക്ക് ഒരു വിൻഡോ ഇവിടെ വരുന്നത് കാണാം. അതിനുശേഷം ടാലിയുടെ മോഡൽസ് ആണ് ഇവിടെ കൊടുത്തത്. നമ്മൾ ഓൾറെഡി ടാലി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ നമുക്ക് പഴയ വേർഷൻ ടാലി നമ്മൾ രജിസ്റ്റേർഡ് വേർഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ലൈസൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ അതുപോലെ തന്നെ നെറ്റ്വർക്കിലുള്ള ടാലി ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് ലേണിംഗ് ഫസ്റ്റ് പഠിക്കുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷണൽ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ എഡ്യൂക്കേഷണൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ശരിക്കും ടാലിയുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂ ടാലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് ഇവിടെ കാണാൻ കഴിയുക. അപ്പം ഈ ഒരു സെക്ഷൻ ആദ്യം നമുക്ക് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് വരിക.
ഇത്രയാണ് ഒരു ടാലി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് ഉള്ള സ്റ്റെപ്സ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.